എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ലാത്വിയയുടെ കാഴ്ചകൾ തന്നെയാണ് ഈ വീഡിയോയിലും കാണിക്കുന്നത്. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബസ്സിൽ നിന്നും ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇനി നടന്നിട്ടുള്ള ടൂറാണ്. അപ്പോൾ നടന്നിട്ടുള്ള ടൂറിൻ്റെ വിശേഷങ്ങൾ കാണാം. Okay, we will start walking tour, yes? And I will walk and make a stop and then I will tell you more, yes? ആ കൊടി പിടിച്ച് നടക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ ലാത്വിയയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഞാൻ ഇതിനു മുൻപ് ലാത്വിയയുടെ കുറച്ച് കാഴ്ചകളുടെ വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് നിങ്ങൾക്ക് പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോകൾ കാണാൻ പറ്റുന്നതാണ്. Where was here for centuries? That's not true, because till the beginning of 20th century there was wooden houses and then there was big fire. Those houses burned down and city council decided to leave this square like it is today for public events. The most interesting events are Christmas markets. Yeah, because 24th of December there are Christmas tree selling paper cakes, gingerbread, smelling nice smells, etc. But the most celebrated local traditional festival is Midsummer's Solstice. That's 23rd, 24th of June. And then before this festival there are taking place so-called grass market. What does it mean? That lot of flowers sold here from gardens, from fields, wildflowers. Ladies are buying, making crowns from flowers. Man, Jones, Jan is making crowns from oak tree brushes, symbol of masculine power, health. Then people are buying beer, special cheese with Timon, going out of the town, cities closer to the nature, jumping over water. ഞങ്ങൾ നടന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും ഞങ്ങളുടെ ഗൈഡ് വളരെ വിശദമായി തന്നെ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ തരുന്നുണ്ടായിരുന്നു. അത് വളരെ നല്ല ഉപകാരപ്രദമാണ്. അത് നമുക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയിരുന്നു. മഴ പെയ്തുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടൊക്കെ കാണാൻ പറ്റിയിരുന്നു. അതുകൂടാതെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് നായ്ക്കളെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ നായ്ക്കളെയും കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പല വെറൈറ്റി നായ്ക്കളെ നമുക്ക് ഇവിടെ ഇങ്ങനെ റോഡുകളിലൊക്കെ കാണാൻ പറ്റും. ജനസംഖ്യയൊക്കെ വളരെ കുറവുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അധികം ആളുകളെയൊന്നും നമുക്ക് റോഡുകളിൽ കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെയാണ് ഓരോ ആളുകളൊക്കെ അവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുള്ളൂ. അതുമാതിരി തന്നെ റോഡൊക്കെ കണ്ടില്ലേ, നല്ല ഇഷ്ടിയൊക്കെ പാകിയിട്ട് നല്ല ഭംഗിയുള്ള റോഡുകളൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്ന സമയത്ത് പഴയ കാലത്ത് ഒരു ജാവ 350 കേട്ടോ ഇരിക്കുന്നത്. അത് പണ്ടത്തെ ഒരു ജാവയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊരു പഴയൊരു മ്യൂസിയമാണ്. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ പുറത്ത് കുറച്ച് വേറെ വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഓരോരോ ഉപകരണങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ ദേശീയഗാനം അവിടെ 2 മ്യൂസീഷ്യൻസ് ആലപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പങ്കുവയ്ക്കാം. ട്രംബോൺസ് എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിച്ചിട്ടാണ് അത് വായിച്ചത്. വളരെ മനോഹരമായി തന്നെ അവരത് വായിച്ചു. പിന്നെ ഈ കാണുന്ന 3 ബിൽഡിങ്ങില്ലേ, ഇതിനെ 3 ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൻ്റെയും 17-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് ആ ബിൽഡിങ് പണി കഴിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഒരു പള്ളിയിലേക്കാണ് വന്നത്. ഈ പള്ളിയിൽ ഞങ്ങൾ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ മനുഷ്യൻ്റെ കുറേ തലയോടുകൾ ഇവിടെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യാം. അതെന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്നൊന്നും അറിയില്ല. വളരെ മനോഹരമായിട്ട് അടക്കി, നല്ല ഭംഗിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. തലയോടും അതുപോലെ തന്നെ അസ്ഥികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടക്കി വളരെ ക്രമമായിട്ട് അത് വെച്ചിട്ടുണ്ട്. അത് ഈ പള്ളിയുടെ ഒരു സൈഡിലുള്ളൊരു മുറിയിലായിട്ട് കുറച്ചുള്ളിലായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം.
പള്ളിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് കുറച്ച് സ്റ്റുഡൻസ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ആ കുട്ടികളെയൊക്കെ കാണാനായിട്ട്, നല്ല രസമുള്ള കുട്ടികളാണ്. ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള നായ്ക്കുട്ടികളെ നമുക്ക് ഇങ്ങനെ റോട്ടിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. അത്രയേറെ നായ്ക്കുട്ടികളെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം കണ്ടു. എന്തായാലും ലാത്വിയ നല്ല ഭംഗിയുള്ളൊരു രാജ്യം തന്നെയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള കളറ് പൂക്കൾ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആ പൂക്കളുടെ വീഡിയോ ഒന്ന് എടുത്താണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അത് ഇവിടുത്തെ കാലാവസ്ഥയുടെയും പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇത്രയും നല്ല മനോഹരമായിട്ട് ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ലേ, നല്ല തണുത്ത കാലാവസ്ഥയിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാൻ പറ്റും. അതുമാതിരിയുള്ള ഇവിടെയും നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളെ കാണാൻ പറ്റിയിട്ടാണ്. അങ്ങനെ പൂക്കളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നടന്ന സമയത്ത് ഒരു ചുമരിൽ നിറയെ പേരുകളും ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതും വരച്ചു വെച്ചിട്ടുള്ളതൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതുമാതിരി ഇങ്ങനെ എഴുതി വയ്ക്കുന്ന ബിരുദന്മാർ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ പൊതു ടോയ്ലറ്റുകളൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇവിടെയും നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചുമര് മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റിലെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ ചുമര് മുഴുവൻ ഇതേമാതിരി പടങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരത്തെ ബിരുദന്മാർ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. Who settled for the garnison, Swedish garnison, and garnison settled outside of the fortification wall, but to make their way or the more easy way to approach city, the gate was made in the fortification wall, and the name of this gate is Swedish gate. Yes, so Swedish gate. But there's also a legend. In that time, there was not allowed for Riga girls to make friendship with Swedish army people and vice versa. But you know, love is love. Somebody felt in love. Riga citizens knew that. They catch the lady, vanished, erected in the wall, and in the night time, the ghost of lady running around this gate. That's legend. Still. It depends how many you are drinking. So. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാത്വിയയിലെ തലസ്ഥാനമായിട്ടുള്ള റിഗ എന്ന് പറയുന്ന സിറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് റിഗ സിറ്റി. എന്തായാലും ഞങ്ങൾ നടന്ന് അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അത്രയേറെ ഭംഗിയുള്ള ബിൽഡിങ്ങുകളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയും അതുമാതിരി തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും. ഇന്നെന്തായാലും നമുക്ക് നല്ലൊരു കാലാവസ്ഥ കിട്ടി, മഴയെല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നടന്ന് കാണാനുള്ളൊരു അവസരമുണ്ട്. ഒരു പീരങ്കിയുടെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല. അത് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ട്രെയിൻ ഇങ്ങനെ റോഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു പാളം നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിലായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അതിൻ്റെ യാത്ര. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ പാസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഗൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീഡം മോണുമെൻറ്റ് ഇവരുടെ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അത് റിഗയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മോണുമെൻ്റാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. അത് നടന്നതിന് ശേഷം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസും എല്ലാം ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അവിടെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന സമയത്ത് അവിടെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗാർഡനിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആദ്യം. അതിന് ശേഷമാണ് ഞങ്ങൾ മോണുമെൻറ്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു നദി മാതിരി ഉണ്ട്. ആ നദിയിൽ നമ്മളെ കാശ്മീരിലെല്ലാം കാണുന്ന മാതിരിയുള്ള ശിക്കാര ബോട്ട് മാതിരിയുള്ള ബോട്ടുകൾ വരിവരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല രസമുള്ളൊരു ബോട്ടുകൾ തന്നെയാണത്. ഇവിടേക്ക് വന്നപ്പോൾ നമുക്ക് ഫുള്ള് പച്ചപ്പ് തന്നെയാണ് എല്ലാവിടെയും കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണത്. അതൊക്കെ നല്ല നീറ്റായിട്ട് അവർ വെട്ടി നിർത്തിയിട്ടുണ്ട്. ചെടികളായാലും അതുമാതിരി തന്നെ പൂക്കളായാലൊക്കെ നല്ല ഭംഗിയിൽ അവർ പരിപാലിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വേസ്റ്റ് കൊണ്ടിടലും അങ്ങനെ ആകെ വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുക. ഇവരൊക്കെ കണ്ടില്ല, ഇവരൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മാതൃകയാക്കേണ്ടതുണ്ട്. അത്രയേറെ മനോഹരമായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത്. പിന്നെ അതുമാതിരി തന്നെ ഓരോ ജംഗ്ഷനുകളിലും വേസ്റ്റ് ബിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ വേസ്റ്റ് എല്ലാം അവർ വളരെ ക്ലിയറായിട്ട് അതിനുള്ളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് പതിവ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെയൊന്നുള്ള കാണാൻ പറ്റില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ സ്ഥലവും.
അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഫ്രീഡം മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഫ്രീഡം മോണുമെൻറ്റ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഗാർഡുമാർ 2 ഗാർഡുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന മാർച്ച് പാസ്റ്റ് പ്രോഗ്രാമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരാളുണ്ട് എൻ്റെ കൂടെ. Holding 3 stars, and also seagull on the top was rented by money donated by people. People just brought money to this municipality, and this monument was built here. The sculptural groups on fundament representing different everyday activities: working, protecting country, agriculture, education, etc. And on facade is written 2 words: "Täysämme on brīvībai," to fatherland and freedom. ലാത്വിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച പട്ടാളക്കാരുടെ ബഹുമാനാർത്ഥമുണ്ടാക്കിയതാണ് ഈ ഫ്രീഡം മോണുമെൻറ്റ്. 1935 ഈ ഫ്രീഡം മോണുമെൻറ്റ് ഇവിടെ ഉണ്ടാക്കിയത്. ഏകദേശം 42 മീറ്റർ ഉയരം അതിനുണ്ട്. അതായത് 138 അടി ഉയരമുള്ള ഒരു മോണുമെൻ്റാണ് അത്. ഗൈഡ് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ സ്ഥലത്തെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അങ്ങനെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അടുത്ത സ്ഥലത്തേക്കാണ് ഓരോരോ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നത്. കുറച്ച് ദൂരം എന്തായാലും നമുക്കിന്ന് ഫുള്ള് നടക്കുന്ന ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്കും നമ്മൾ നടന്നിട്ടുള്ള യാത്രയിലാണ്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താറായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. Why black hats? Because their patron was Saint Mauritius, biblical person. You can see picture of Saint Mauritius on the right column from the main gate. On the other gate you can see Saint Mary in the blue dress. Saint Mary is a patroness of Livonia. That's sometimes why Livonia was called Mary's land. Above Saint Mary we can see symbolic coat of arms of Riga. Riga city gate
golden lion sitting in the gate, representing citizens Riga who are protecting town against enemies. Above the gate we can see crossed keys. Key is attribute of St. Peter, and as you know already, St. Peter is a patron of Riga. Building was destroyed, rebuilt 1999, like we can see in nowadays. So now we will give a time for shopping a little. Yes, this is a souvenir shop. You can make a pictures, souvenirs, and then we'll meet here, and then we together will go to the bus. Time? 20 minutes. 20. ഇപ്പൊ സമയം 12. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ ഇതുമായിട്ടുള്ള സ്ട്രീറ്റ് സിംഗേഴ്സിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. നല്ല മനോഹരമായിട്ട് അവർ പാട്ടുകളൊക്കെ ആലപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളാണ് ബ്ലാക്ക് ഹോൾസ് എന്നാണ് അതിനെ പറയുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് ആ ബ്ലാക്ക് ഹോൾസ് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചത്. അതിനുശേഷം ഞങ്ങൾ പോയതൊരു സോവനിയർ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നും മേടിക്കാൻ പറ്റില്ല. അത്രയും നല്ല റേറ്റുകളാണ് ഓരോ സാധനങ്ങൾക്കും എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ വില ചോദിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയും 20 ഇരട്ടിയൊക്കെ വിലയാണ് ഇവിടെ അവർ പറയുന്നത്. ഈ ടീഷർട്ടൊക്കെ നമ്മൾ മേടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ 300 രൂപ 400 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ. ഇവിടെയൊക്കെ ആണെങ്കിൽ അത് 3000-4000 ഒക്കെയാണ് റേറ്റ് പറയുന്നത്. സോവനിയർ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഇഷ്ടികളൊക്കെ വിരിക്കുന്ന വർക്കുകൾ അവിടുത്തെ ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ പകർത്തിയതാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാം. ഈ ബ്ലാക്ക് ഹോൾസ് ബിൽഡിങ്ങിൻ്റെ മുൻപിലായിട്ടൊരു സ്റ്റാച്ചു ഉണ്ട്. അത് റോളൻഡ് ഫ്രാങ്ക്ലിഷ് മിലിറ്ററി ലീഡറുടെ സ്റ്റാച്ചു ആണ് കേട്ടോ കാണുന്നത്. ലാത്വിയയുടെ കാഴ്ചകൾ ഇനിയും കണ്ടു തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലാത്വിയയിൽ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളോടായിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം.